കോയ കാളിംഗ് പരിപാടിയുടെ വാർഷികത്തിൽ ആരിഫിൻ്റെ സ്വന്തം ഉദ്ഘാടകൻ ആരിഫിനെ തേച്ചൊട്ടിച്ച സംഭവം കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സ്വന്തം പരിപാടിയുടെ ഉദ്ഘാടകനോട് വിയോജിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗവുമായിട്ട് ഇതാ ആരിഫ് വരുന്നുണ്ട്. സോറി, ആരിഫല്ല, ഹാർപ്പിക്ക് എത്തിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ പ്രസംഗം ഏറ്റത് കൊണ്ടാണോ അതോ ലണ്ടനിലേറ്റ നാണക്കേട് കൊണ്ടോ എന്നറിയില്ല. ഹാർപ്പിക്കിൻ്റെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ മൊത്തത്തിൽ ആക്ഷേപിച്ച ഹാർപ്പിക്ക് ഇപ്പോൾ വഹാബികളെ മാത്രം ആക്ഷേപിക്കുക എന്നുള്ള രീതിയിലേക്ക്, വഹാബികൾക്ക് മാത്രമാണ് കുഴപ്പം എന്ന രീതിയിലേക്ക് ചെറിയൊരു മാറ്റം, വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് അയാൾ ഇസ്ലാമിനെയും പ്രവാചകനെയും അള്ളാഹുവിനെയൊക്കെ നിരന്തരമായിട്ട് ആക്ഷേപിക്കുകയും കരിവാരി തേക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പരിപാടിയിൽ വെച്ചിട്ട് ഉസ്താദിന് മറുപടി പറയുന്നതിനിടയിൽ വഹാബികൾക്കാണ് കുറ്റമെന്നുള്ള രീതിയിലാണ്, നിങ്ങൾ വഹാബികളെയാണ് നന്നാക്കേണ്ടത് എന്ന രീതിയിലാണ് ഹാർപ്പിക്ക് സംസാരിക്കുന്നത്. ഏതായാലും അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉസ്താദിൻ്റെ ആ ഉദ്ഘാടന പ്രസംഗം അത് ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് പലരും വിയോജിച്ച് കമൻ്റ് ഇട്ടിരുന്നു. അതുകൊണ്ട് ആരിഫിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ ആദ്യം മുഴുവൻ കേൾപ്പിക്കാം. അതിനുശേഷം ആരിഫ് പറഞ്ഞ ഒരുപാട് കളവുകളുണ്ട്, നമുക്ക് മറുപടി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനതിനൊക്കെ മറുപടി പറയാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, എന്നാലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ലണ്ടനിൽ പോയി ഊക്ക് വാങ്ങി നിൽക്കുന്ന ഒരു നിൽപ്പാണ് ഈ കാണുന്നത്. തോറ്റു തുന്നം പാടി വന്ന ആ നിൽപ്പ്. പ്രത്യേകിച്ച് നമുക്കിവിടെ വളരെ മികച്ച ഒരു ഉദ്ഘാടക പ്രസംഗവും കേൾക്കാൻ സാധിച്ചതുകൊണ്ട് അതും ഒന്ന് ചെറുതായി ഒന്ന് പരാമർശിക്കാം. ഇവിടെ വന്നു നിന്നുകൊണ്ട് ഈ വേദിയിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണർത്താനും എല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ വലിയ വിദ്വേഷകരാണ് എന്നും പറഞ്ഞു വെക്കാൻ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനും കാണിക്കുന്ന ഒരു സഹിഷ്ണുത നിറഞ്ഞു തുളുമ്പുന്ന ആളുകളുമായിട്ട് നമ്മൾ മാറുമ്പോൾ ഇവിടെ കണ്ടതിൽ കൂടുതൽ എന്ത് സ്നേഹമാണ് ഇനി നമുക്ക് തരാനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരാൾ പോലും നിങ്ങളോട് മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മുഖം പോലും ആരും കറുപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത്. കാരണം ഇവിടെ തന്നെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്, ഇല്ലേ? ഒരാൾ പോലും മുഖം കറുപ്പിച്ചിട്ടില്ല. നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യം പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നോ അത് പറയുന്നത് ചുരുക്കണമെന്നോ ഒരു തീട്ടൂരമായിട്ടോ ഒരു അലിഖിത നിയമമായിട്ടോ അവിടെ ഭാവിക്കുന്നുണ്ട് എങ്കിൽ അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ല, അത് മാനിപ്പുലേഷൻ തന്നെയാണ്, അത് കൺട്രോളാണ്. ഖുർആൻ കത്തിച്ചു എന്നതിൻ്റെ പേരിൽ സൽവാൻ മൗമിക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ സ്വീഡനിൽ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഈ വിസ്ഡം ജിഹാദികൾ എന്ന് തന്നെ ഞാൻ വിളിക്കാറുള്ള ഈ മുജാഹിദ് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഛിദ്രതയ്ക്ക് കയ്യും കണക്കില്ല. നമ്മളോട് ഇവർ പറയുന്നത് നമ്മൾ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. 10 വർഷം കേരളത്തിലെ മെമ്പർ വിട്ടു തന്നാൽ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി തരാം പ്രസംഗിച്ചത് ബാലുശ്ശേരിയാണ്. അമ്പലത്തിന് സംഭാവന കൊടുത്താൽ വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസിന് കേക്ക് മുറിക്കരുത്. ഇതെല്ലാം പറഞ്ഞത് ആരാണ്? യുക്തിവാദികളല്ല, എക്സ് മുസ്ലിങ്ങളല്ല. ഇതെല്ലാം പറഞ്ഞത് ഈ സലഫി മൗദൂദി ആശയം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഈ സലഫിസം, ഈ പറയുന്ന തീവ്ര ഇസ്ലാമും അവർ മുന്നോട്ട് വെക്കുന്ന ഇരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ആശയധാര, അത് ഇവിടെ ഉസ്താദിനെ പോലുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന, കാലങ്ങളായിട്ട് ഓണവും ക്രിസ്മസും വിഷുവും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരുന്ന, മാപ്പിളപ്പാട്ടും ഒക്കെ പാടി ഇവിടെ ജീവിച്ചിരുന്ന ഒരു മുസ്ലിങ്ങളെ അവരെ ഓവർ പവർ ചെയ്യുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായി. സമസ്ത മാത്രം ഉണ്ടായിരുന്ന സമയത്തോ അതല്ലെങ്കിൽ വിശ്വാസികൾ മാത്രം ഇവിടെ ഈ തരത്തിൽ സലഫി ആശയത്തിൻ്റെ പേരിൽ തല്ലുകൂടാതെ ഇരുന്നിരുന്നൊരു കാലത്ത് ഈ മതവിമർശനം അപ്രസക്തമായിരുന്നു എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. സമസ്തയെ പോലെയുള്ള സംഘടനകൾക്ക്, അതിലെ പ്രതിദാനം ചെയ്യുന്ന ഉസ്താദുമാർക്ക്, അതിലെ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മതവിശ്വാസം ഉയർത്തി വെക്കാനും അത് പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള അവകാശം ഇന്ന് ഇന്ത്യ മഹാരാജ്യം, ഇന്ന് ലോകം നൽകുന്നത് ഞാനും മാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ സംഗതിയെ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ മതവിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടും രാഷ്ട്രീയത്തിൽ മതം കലർത്തി പൊതുവായിട്ടുള്ള മുസ്ലിം, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമായിരിക്കെ അതിൽ പോലും ഇതേപോലെ തലതിരിഞ്ഞ നിലപാടുകൾ എടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് മുസ്ലിമിനെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നവീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത്. മതം വിട്ടവനെ കൊല്ലണമെന്ന് അടക്കമുള്ള നിയമങ്ങൾ ഇന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തിനത് പഠിപ്പിക്കണം എന്ന ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് സ്നേഹം ഇവിടെ നമുക്ക് പങ്കുവെക്കാൻ വന്ന ഇതേപോലെയുള്ള ഉസ്താദുമാർ തന്നെ ആയിരിക്കണം എന്നതാണ്. ഇവിടെ പള്ളി മദ്രസയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ സ്വയം മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ എടുത്ത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അടിമയെ വെക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന മദ്രസ പാഠഭാഗങ്ങളുണ്ട്. എനിക്കിവിടെ ഒരു ക്ഷണം വന്നപ്പോൾ ഞാൻ ആദ്യം സുഹൃത്തുക്കളോട് ചോദിച്ചു, പല സുഹൃത്തുക്കളും എന്നെ വിട്ടിട്ട് ഓടി, അല്ലേ? പിന്നെ ഞാൻ ചോദിച്ചത് എൻ്റെ ഗുരുവിനോടാണ് എന്നാണ് പറഞ്ഞത്. ഗുരു പൊക്കോളാൻ പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും, ആരെതിർത്താലും.
അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അവിടെ നിർത്തുമോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഉസ്താദ് ബാക്കിയും പറഞ്ഞു. ഗുരു പോകണ്ടെന്ന് പറഞ്ഞാൽ ആര് വരണമെന്ന് പറഞ്ഞാലും അതിപ്പോൾ ഞാൻ പറഞ്ഞാലും വരില്ല എന്നും കൂടിയാണ് ഉസ്താദ് പറഞ്ഞത്. നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിന് നേർ വിപരീതമാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. നമുക്കങ്ങനെയല്ല. നമ്മളുടെ ചിന്ത, നമ്മൾ ക്യാൻസൽ കൾച്ചറിനെതിരാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോകണം, നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കണം എന്നുള്ള വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഭൂമി ഇടിഞ്ഞു വീണാലും നമ്മളത് പറഞ്ഞിരിക്കണം. ഇതാണ് നമ്മളുടെ നിലപാട്. അത് ഗുരു പറഞ്ഞോ ഗുരു പറഞ്ഞില്ലേ ഇത് നമ്മുടെ വിഷയമല്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷണ വിധേയമാക്കി അതിലെ തെളിവുകൾ എന്താണോ നയിക്കുന്നത് അതിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാകണം. തെളിവുകൾ നയിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സലഫികളും ഈ മൗദൂദികളും സമൂഹത്തിലുണ്ടാക്കുന്ന ചിത്രകഥകൾ അത് തടുക്കേണ്ട ബാധ്യത, അത് തടുക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഇവിടെ സമസ്ത പോലെയുള്ള സംഘടനകൾക്കും അതിലെ വിശ്വാസികൾക്കും അതിലെ ഇതുപോലെ വന്നു നിന്നിട്ടുള്ള ഭാരവാഹികളും നമ്മുടെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്കും തന്നെയാണ് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഹാർപ്പിക്ക് പറഞ്ഞത് ലണ്ടനിൽ പോയി തേഞ്ഞൊട്ടി പണി കിട്ടിയ ആളാണ് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ആരിഫ് പറയുന്നുണ്ട്. ഹാർപ്പിക്ക് പറയുന്നുണ്ട്. ഹാർപ്പിക്ക് ഇത് പലപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. ഈ ലണ്ടനിൽ പോയിട്ട് വന്ന നാണക്കേടും അവിടെ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമ്മളത് മാക്സിമം മറച്ചു വെക്കാനല്ലേ ശ്രമിക്കുള്ളൂ. ആ തെറ്റ് നമ്മുടെ ഭാഗത്തല്ല, നമ്മളത് സമ്മതിച്ചിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. തെറ്റ് പറ്റിയെന്ന് നമ്മൾ സമ്മതിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ട്. അതായത് ലണ്ടൻ സംഭവത്തിൽ തനിക്കൊരു നാണക്കേടുമില്ല, തനിക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എത്ര നാണക്കേട് വന്നാലും എത്ര വേദന ഉണ്ടായാലും അതിങ്ങനെ ചിരിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ തനിക്ക് നാണക്കേടില്ല, തനിക്കതിലൊരു വേദനയില്ല എന്ന് ജനങ്ങൾ അങ്ങനെ ധരിച്ചോളും. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഹാർപ്പിക്ക് നടത്തുന്നത്. സത്യത്തിൽ അയാൾ അവിടെ പറഞ്ഞ പോലെ ഒരു ആയത്ത് ഖുർആനിലുണ്ടെന്ന് അവിടെ വെച്ചും അതിനുശേഷമൊന്നും അയാൾക്ക് കാണിക്കാൻ കഴിയാത്ത കാലത്തോളം അയാൾക്ക് സംഭവിച്ചത് വലിയ നാണക്കേട് തന്നെയാണ്. കാരണം ഖുർആനിലുണ്ടെന്ന് 2-3 പ്രാവശ്യം അവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിലുണ്ടോ എന്ന് ഒരുപാട് സമയം അവിടെ വെച്ച് തപ്പി നോക്കിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഓൺലൈനിൽ പിന്നീട് കാണിച്ചു തരാമെന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടും ഇതുവരെ ആയിട്ടും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കാണിക്കാത്ത കാലത്തോളം അയാൾ അവിടെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. അയാൾക്ക് സംഭവിച്ചത് വലിയ നാണക്കേട് തന്നെയാണെന്നുള്ളത് വസ്തുതയാണ്. അതിനിങ്ങനെ എല്ലാ പരിപാടിയിൽ വെച്ച് ചിരിച്ചാവർത്തിച്ചുകൊണ്ട് പറഞ്ഞാലൊന്നും ആ നാണക്കേട് മാറാൻ പോകുന്നില്ല. ഞാൻ ലണ്ടനിൽ പോയിട്ട് മണ്ടനായി എന്ന് സ്വയം സമ്മതിച്ചതുകൊണ്ടോ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടോ ആ നാണക്കേട് ഒഴിവായി പോകുന്നില്ല എന്ന് മാത്രം. ഏതായാലും ആരിഫ് അടുത്ത വിഷയം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ വേദിയിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണർത്താനും എല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ വലിയ വിദ്വേഷകരാണ് എന്നും പറഞ്ഞു വെക്കാൻ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കാനും കാണിക്കുന്ന ഒരു സഹിഷ്ണുത നിറഞ്ഞു തുളുമ്പുന്ന ആളുകളുമായിട്ട് നമ്മൾ മാറുമ്പോൾ ഇവിടെ കണ്ടതിൽ കൂടുതൽ എന്ത് സ്നേഹമാണ് ഇനി നമുക്ക് തരാനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരാൾ പോലും നിങ്ങളോട് മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മുഖം പോലും ആരും കറുപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത്. കാരണം ഇവിടെ തന്നെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്, ഇല്ലേ? ഒരാൾ പോലും മുഖം കറുപ്പിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ തൻ്റെ ഉദ്ഘാടകനായ ആ ഉസ്താദ് ഇസ്ലാമിൻ്റെ ആശയവും മഹത്വവും ഇത്രയും നേരം സംസാരിച്ചിട്ടും നമ്മളെല്ലാം വലിയ വിദ്വേഷകരാണെന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ ചെയ്ത നെറുകേടിനെ വിമർശിച്ചിട്ടൊക്കെ നമ്മളാരും അതിനെ തടഞ്ഞിട്ടില്ല. അതെല്ലാം വളരെ സഹിഷ്ണുതയോടെ നമ്മൾ കേട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ വളരെ സഹിഷ്ണുതയും സ്നേഹവുമുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ എന്ത് സ്നേഹമാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്നൊക്കെയാണ് ഹാർപ്പിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എന്ത് സ്നേഹം? ഈ ഉസ്താദ് അവരെ ശക്തമായിട്ട് വിമർശിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ മഹത്വം പറയുമ്പോൾ അത് അത്ര നല്ല സ്നേഹത്തോടൊന്നല്ല അവർ വീക്ഷിക്കുന്നത്. അവർ തന്നെ ക്ഷണിച്ച ഒരു ഉദ്ഘാടകൻ അവർക്കെതിരെ പറയുമ്പോൾ അതിനെ തടഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ നാണക്കേടാവുമെന്നുള്ള രീതിയിൽ ഇതെല്ലാം സഹിച്ച് കേട്ടിരിക്കാനേ നിവൃത്തിയുള്ളൂ എന്ന നിലക്കാണ് അവരൊക്കെ ഇരിക്കുന്നത്. അല്ലാതെ അവർക്കൊന്നും അത് താല്പര്യം ഉണ്ടായിട്ടല്ല, അവർക്ക് സഹിഷ്ണുത ഉണ്ടായിട്ടൊന്നുമല്ല, ഈ ഉസ്താദിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല എന്നുള്ളത് ആർക്കും അറിയാം. അത് അവരുടെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കൊടുത്തേ ഉള്ളൂ. അതല്ലെങ്കിലും ആ ഉസ്താദിൻ്റെ ആശയത്തെ മഹത്വവൽക്കരിച്ച് പറഞ്ഞതുകൊണ്ട്, ആ ഉസ്താദിൻ്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടെ കൂടിയ ആളുകൾക്ക് എന്തിനാണ് അസഹിഷ്ണുത ഉണ്ടാവേണ്ട കാര്യം? ആ ഉസ്താദിൻ്റെ സ്വന്തം ആശയത്തെക്കുറിച്ചല്ലേ, ആ ഉസ്താദിൻ്റെ സ്വന്തം മതത്തെക്കുറിച്ചല്ലേ ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. ആ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ അതിൽ വലിയ വീമ്പ് പറയേണ്ട ഒരു കാര്യമില്ല. അവിടെ കൂടിയ ആളുകളെ തന്തക്കും തള്ളക്കും ഒന്നും വിളിച്ചില്ലല്ലോ. അവിടെ കൂടിയ ആളുകളുടെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടും മിണ്ടാതിരുന്നാൽ ഓക്കെ. ഇത് ഉസ്താദിന്റെ സ്വന്തം മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവരെല്ലാവരും സഹിഷ്ണുതയോടെ ഇരുന്നു എന്ന് അത്ര വലിയ വീമ്പ് പറയേണ്ട ഒരു കാര്യം അതിലില്ല. അത് കേൾക്കുന്ന ആളുകളെ വീട്ടുകാരെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സഹിഷ്ണുതയോടെ കേട്ടിരുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ഉസ്താദ് സ്വന്തം മതത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആകപ്പാടെ പറഞ്ഞത് ആരിഫ് ഉമ്മ മരിച്ചപ്പോൾ ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടാണ്. സ്വന്തം ഉദ്ഘാടകനായതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനോ അതിനെ തടയാനോ ആരിഫിന് കഴിഞ്ഞില്ല. അത് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആർക്കും അറിയാം. അപ്പോൾ ഈ ഉസ്താദ് സ്വന്തം മതത്തിൻ്റെ മഹത്വവും സ്വന്തം ആശയത്തിൻ്റെ വ്യാപ്തിയൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ കൂടിയ ആളുകൾക്ക് അസഹിഷ്ണുത ഉണ്ടാവേണ്ട ഒരു കാര്യവും അതിലില്ല. ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഈ ലോകത്തുള്ള 100-200 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ കരിവാരി തേക്കുന്ന പരിപാടിയൊന്നും അവിടെ നടന്നിട്ടില്ല. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിച്ച് പ്രവാചകനെ അങ്ങേയറ്റം അപഹസിക്കുന്നു. ഇസ്ലാമിൻ്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു. അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇവനൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കല്ല ഇവിടെ സഹിഷ്ണുത ഉണ്ടെന്ന് പറയേണ്ടത്. ഇത്രയൊക്കെ ഈ ആർപ്പിക്കും സംഘവും മുസ്ലിങ്ങളെ വേദനിപ്പിച്ചിട്ടും ഏതെങ്കിലും ഒരു പരിപാടിയിൽ വെച്ചിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അവനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? നമ്മൾ സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം കുടുംബത്തെക്കാളും സ്നേഹിക്കുന്ന പ്രവാചകനെ വളരെ മോശമായി ഇവൻ ചിത്രീകരിക്കുന്നു നമുക്കറിയാം. അള്ളാഹുവിനെയും അവൻ്റെ ഇസ്ലാമിനെയും നിരന്തരമായിട്ട് കരിവാരി തേക്കുന്നു എന്ന് നമുക്കറിയാം. അതറിയുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ വെച്ചിട്ട് അവനെ കയ്യേറ്റം ചെയ്യുന്നില്ല. ഒരു പോറൽ പോലും അവനെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം അതല്ലേ വലിയ സഹിഷ്ണുത? എത്ര കാലമായിട്ട് മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന, മുസ്ലിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം അവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങൾ സ്വന്തം കുടുംബത്തെക്കാളും സ്നേഹിക്കുന്ന പ്രവാചകനെതിരെയാണ് ഇവൻ പല വൃത്തികേടുകളും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു മുസ്ലിം പോലും അവനെ ഒരു പോറലെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇനി അവനെ ഏതെങ്കിലും സ്റ്റേജിൽ കിട്ടിയാൽ പോലും അവനോട് വളരെ മര്യാദക്ക് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അവനോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ടില്ല. ആർപ്പിക്ക് ഇത്തരക്കാരനായ ആളാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനോട് മര്യാദയുടെ ഭാഷയിൽ മാത്രമേ മുസ്ലിം പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം മുസ്ലിങ്ങൾക്കല്ലേ സഹിഷ്ണുത ഉണ്ടെന്ന് പറയേണ്ടത്? ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങൾ നെഞ്ചേറ്റി നടക്കുന്ന ഒരു മതത്തെ കരിവാരി തേക്കുന്നത് തന്നെ സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ആർക്കാ മനസ്സിലാവാത്തത്? സഹിഷ്ണുത ഉണ്ടാവുമെങ്കിൽ ഇവരിങ്ങനെ ഈ മതത്തെ കുറ്റം പറഞ്ഞ് നടക്കൂലല്ലോ. പ്രവാചകനെയും അള്ളാഹുവിനെയും ഇങ്ങനെ ആക്ഷേപിച്ച് നടക്കൂലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? നിരന്തരമായിട്ട് കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ കരിവാരിത്തേക്കുക, അവരാരാധിക്കുന്ന ദൈവത്തെ പരിഹസിക്കുക, ആക്ഷേപിക്കുക, അവർ സ്വന്തം കുടുംബത്തെക്കാളും സ്നേഹിക്കുന്ന ആദരിക്കുന്ന പ്രവാചകനെ വളരെ വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അതല്ലേ സത്യത്തിൽ അസഹിഷ്ണുത? ഇസ്ലാം ഇവിടെ വളരുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അസഹിഷ്ണുത അല്ലേ അവിടെ പ്രകടിപ്പിക്കുന്നത്? ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള അസഹിഷ്ണുതയല്ലേ അവിടെ കാണിക്കുന്നത്? എന്നിട്ട് പറയാണ് ഞങ്ങൾ ഭയങ്കര സഹിഷ്ണുതയുള്ള ആളുകളാണെന്ന്. ഏതായാലും അടുത്ത കാര്യം എന്താണെന്ന് പറയുന്നത് നോക്കാം. നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നോ അത് പറയുന്നത് ചുരുക്കണമെന്നോ ഒരു തീട്ടൂരമായിട്ടോ ഒരു അലിഖിത നിയമമായിട്ടോ അവിടെ ഭാവിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ല, അത് മാനിപ്പുലേഷൻ തന്നെയാണ്, അത് കൺട്രോളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് മുസ്ലിങ്ങളെ മേൽ കുതിര കയറുന്നതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മേൽ കുതിര കയറുന്നതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയോ അവർ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനെയോ ഇകഴ്ത്തി സംസാരിക്കുന്നതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? ഇതെന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? ഇല്ലാത്ത കാര്യങ്ങൾ മുസ്ലിങ്ങളെ മേൽ കെട്ടിവെക്കുന്നത്, ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട് എന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത്, അതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? അങ്ങനെയെങ്കിൽ ഇയാളെ നന്നായിട്ട് തെറി പറഞ്ഞിട്ട് ഇയാളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചിട്ട് അത് ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കുമോ? അത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിൽ നമുക്ക് പലതും ചെയ്യാനുണ്ട്. ഇയാളെക്കുറിച്ച് മാക്സിമം കളവുകൾ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയും, ഇയാളെ നന്നായിട്ട് തെറി പിടിക്കാൻ നമുക്ക് കഴിയും. ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പോയി പഠിക്കും. ജനാധിപത്യവും മതേതരത്വവും എന്താണെന്ന് ആദ്യം പോയി പഠിക്കും. അതൊന്നും അറിയാതെ ഇത്തരം വർത്തമാനങ്ങൾ സ്വന്തം വീട്ടിൽ പോയി പറഞ്ഞോളൂ, അല്ലെങ്കിൽ വിഡ്ഢികളായ സ്വന്തം അണികളോടൊന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ പൊതുജനങ്ങളോട് ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ വരണ്ട. വിവരമുള്ള ഒരാളെയും അത് ഉൾക്കൊള്ളാൻ കിട്ടൂല എന്ന് മനസ്സിലാക്കണം. അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. ഖുർആൻ കത്തിച്ചു എന്നതിൻ്റെ പേരിൽ സൽവാൻ മോമിക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ സ്വീഡനിൽ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. പച്ചക്കള്ളമാണ് ഇയാൾ പറഞ്ഞത്. ChatGPT നമുക്കും ചോദിച്ചു നോക്കട്ടോ.
ഖുർആൻ കത്തിച്ചതിൻ്റെ പേരിൽ സ്വീഡനിൽ ആരെയെങ്കിലും വെടിവെച്ച് കൊന്നിട്ടുണ്ടോ? അതാണ് ചോദ്യം. റിസൾട്ട് ഇതാ. ഇപ്പോൾ വിശ്വാസ്യതയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഖുർആൻ കത്തിച്ചതിൻ്റെ പേരിൽ സ്വീഡനിൽ ആരെയെങ്കിലും വെടിവെച്ച് കൊന്നതായി സ്ഥിരീകരിച്ച സംഭവം ഇല്ല. സ്വീഡനിൽ കുറച്ച് വർഷങ്ങളായി ഖുർആൻ കത്തിക്കൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ചിലപ്പോൾ സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഖുർആൻ കത്തിച്ചതിന് പ്രതികാരമായി നേരിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയതായി തെളിയിച്ച ഒരു സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില വ്യക്തികൾ ഭീഷണികൾ നേരിട്ടത് മാത്രമാണ് പൊതുവായി അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സെൽവാൻ മോമിക എന്ന വ്യക്തിയെ, അദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിട്ടുണ്ടെങ്കിലും വെടിവെച്ച് കൊന്നതായി സ്ഥിരീകരിച്ച വിവരം ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങളിൽ തെറ്റായ വാർത്തകൾ വളരെ വേഗത്തിൽ പ്രചരിക്കുന്നതിനാൽ വിശ്വാസ്യതയുള്ള വാർത്താ ഉറവിടങ്ങൾ പരിശോധിക്കുന്നത് പ്രധാനമാണ്. അപ്പോൾ കണ്ടില്ലേ, ChatGPTയോടാണ് ചോദിച്ചിട്ട് ഏതെങ്കിലും മുസ്ലിമിനോടോ അതല്ലെങ്കിൽ മുസ്ലിമിനോട് കൂറുള്ള ഏതെങ്കിലും സൈറ്റിൽ നോക്കിയിട്ടല്ല ഈ വായിക്കുന്നത്. ChatGPTയോട് ചോദിച്ചിട്ട് കിട്ടിയ റിസൾട്ടാണ്. ഇൻ്റർനെറ്റ് വരുമ്പോൾ ഇസ്ലാം ആകെ ഇല്ലാതായിപ്പോയെന്ന് വാദിച്ച ആളുകളാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ഇവർ കുടുങ്ങിക്കുകയാണ്. ഇസ്ലാമിനെതിരെയുള്ള ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. ആർപിക്ക് ഏതെങ്കിലും സംഘി വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ സയനിസ്റ്റ് ഏജൻറ്റുമാർ അയച്ചു കൊടുത്ത എന്തെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കിട്ടിയ ഫേക്ക് ന്യൂസാണ് ആർപിക്ക് വായിക്കുന്നത്. എന്നാൽ ഇത് ChatGPTയിൽ കിട്ടുന്ന കൃത്യമായ ഉത്തരം എന്താണ്? ആർപിക്ക് പറഞ്ഞ പ്രകാരം ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. കുറേ ഫേക്ക് ന്യൂസുകൾ ഉണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു വസ്തുത അവിടെ ഇല്ല. അപ്പോൾ പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത്. ഇത് തന്നെയല്ലേ ലണ്ടനിൽ സംഭവിച്ചത്? അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, ഇതന്നെയാണ് ഇയാളെ പണി. അയാൾ പച്ചക്കള്ളം പറയുന്ന ആളാണെന്നും നമുക്ക് മനസ്സിലായത് കൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ സെർച്ച് ചെയ്യുന്നത് നല്ലതാണ്. അയാൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും എന്ത് കളവ് പറഞ്ഞാലും വിശ്വസിക്കുന്ന അണികളുണ്ടാവും. അവരോട് കൂടിയാണ് പറയുന്നത്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾ ബുദ്ധിയോട് ചെയ്യുന്ന ഒരു നീതിയല്ലേ അയാൾ പറയുന്ന കാര്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, അതിൻ്റെ വസ്തുത എന്താണെന്ന് നോക്കണം എന്നുള്ളത്. അതെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കണം. അല്ലാതെ ബുദ്ധി പൂർണ്ണമായും അയാളുടെ കാൽക്കൽ കൊണ്ടുപോയി വെക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്കുണ്ടോ? അതുകൊണ്ട് വല്ല നേട്ടം കിട്ടുമോ? സാമ്പത്തികമായി വല്ല ലാഭം കിട്ടുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളത് ചെയ്തോളൂ. നിങ്ങൾ ബുദ്ധിക്ക് യാതൊരു പ്രസക്തിയില്ല. ബുദ്ധി അയാളുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും, അത് ചെയ്തോളൂ സാമ്പത്തിക നേട്ടം ഉണ്ടെങ്കിൽ. അല്ലാതെ സാമ്പത്തികമായിട്ട് നേട്ടവുമില്ല, അല്ല വേറെ വലിയ നേട്ടം അതുമില്ല, വെറുതെ സമയം കളയാന്നല്ലാതെ വെറുതെ അയാളുടെ പച്ചക്കളവുകൾ മണ്ടത്തരങ്ങളും വിശ്വസിച്ച് അയാൾക്ക് വേണ്ടി വാദിക്കാനും കമൻ്റ് ഇടാനും നിൽക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും അടുത്ത കാര്യം നോക്കാം. ഈ വിസ്ഡം ജിഹാദികൾ എന്ന് തന്നെ ഞാൻ വിളിക്കാറുള്ള ഈ മുജാഹിദ് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരെ പോലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിത്രതയ്ക്ക് കയ്യും കണക്കില്ല. നമ്മളോട് ഇവർ പറയുന്നത് നമ്മൾ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. 10 വർഷം കേരളത്തിലെ മെമ്പർ വിട്ടു തന്നാൽ ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി തരാം പ്രസംഗിച്ചത് ബാലുശ്ശേരിയാണ്. അമ്പലത്തിന് സംഭാവന കൊടുത്താൽ വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസിന് കേക്ക് മുറിക്കരുത്. ഇതെല്ലാം പറഞ്ഞത് ആരാണ്? യുക്തിവാദികളല്ല, എക്സ് മുസ്ലിങ്ങളല്ല. ഇതെല്ലാം പറഞ്ഞത് ഈ സലഫി മൗദൂദി ആശയം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഈ സലഫിസം, ഈ പറയുന്ന തീവ്ര ഇസ്ലാമും അവർ മുന്നോട്ട് വെക്കുന്ന ഇരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ആശയധാര, അത് ഇവിടെ ഉസ്താദിനെ പോലുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന, കാലങ്ങളായിട്ട് ഓണവും ക്രിസ്മസും വിഷുവൊക്കെ ആഘോഷിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരുന്ന, മാപ്പിളപ്പാട്ടും ഒക്കെ പാടി ഇവിടെ ജീവിച്ചിരുന്ന ഒരു മുസ്ലിങ്ങളെ അവരെ ഓവർ പവർ ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. സമസ്ത മാത്രം ഉണ്ടായിരുന്ന സമയത്തോ അതല്ലെങ്കിൽ വിശ്വാസികൾ മാത്രം ഇവിടെ ഈ തരത്തിൽ സലഫി ആശയത്തിൻ്റെ പേരിൽ തല്ലുകൂടാതിരുന്നിരുന്ന ഒരു കാലത്ത് ഈ മതവിമർശനം അപ്രസക്തമായിരുന്നു എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. അതുതന്നെയാണ് ഞാനും പറയുന്നത്. സമസ്തയെ പോലെയുള്ള സംഘടനകൾക്ക്, അതിലെ പ്രതിദാനം ചെയ്യുന്ന ഉസ്താദുമാർക്ക്, അതിലെ നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മതവിശ്വാസം ഉയർത്തി വെക്കാനും അത് പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള അവകാശം ഇന്ന് ഇന്ത്യ മഹാരാജ്യം, ഇന്ന് ലോകം നൽകുന്നത് ഞാനും മാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ സംഗതിയെ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ മതവിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടും രാഷ്ട്രീയത്തിൽ മതം കലർത്തി പൊതുവായിട്ടുള്ള മുസ്ലിം, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമായിരിക്കെ അതിൽ പോലും ഇതേപോലെ തലതിരിഞ്ഞ നിലപാടുകൾ എടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് മുസ്ലിമിനെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് നവീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത്. സലഫികളും ഈ മൗദൂദികളും സമൂഹത്തിലുണ്ടാക്കുന്ന ചിത്രതകൾ അത് തടുക്കേണ്ട ബാധ്യത, അത് തടുക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഇവിടെ സമസ്ത പോലെയുള്ള സംഘടനകൾക്കും അതിലെ വിശ്വാസികൾക്കും അതിലെ ഇതുപോലെ വന്നു നിന്നിട്ടുള്ള ഭാരവാഹികളും നമ്മുടെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്കും തന്നെയാണ് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്. അങ്ങനെ സലഫികളുടെയും മുജാഹിദിൻ്റെയൊക്കെ പ്രശ്നമായിരുന്നെങ്കിൽ ഇത്രയും കാലം എന്തിനാണ് ഇസ്ലാമിനെ മുഴുവൻ ആക്ഷേപിച്ചത്, ലോക മുസ്ലിങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചത്? സലഫികളോട് എത്ര ശതമാനമുള്ളൂ? കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ 5% പോലും സലഫികളുണ്ടാവില്ല. ആ സലഫികൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ആക്ഷേപിക്കുന്നത്? പ്രവാചകനെയും അള്ളാഹുവിനെയും പരിശുദ്ധ ഖുർആാനിനെയും ഈ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ സലഫികളോടുള്ള വിരോധം കൊണ്ടാണോ? അപ്പോൾ ഇപ്പം സലഫികളാണ് പ്രശ്നം, ബാക്കിയുള്ളവരൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ വളരെ വൃത്തികെട്ട രൂപത്തിലാണ് പ്രവാചകൻ ആക്ഷേപിച്ചത്, അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ഖുർആാനൊക്കെ കരിവാരി തേച്ചത്, ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ പറയാണ് സലഫികളെ പ്രശ്നം കൊണ്ടാണ്.
അപ്പോൾ ആ സലഫികൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള തീവ്രവാദികൾ ചെയ്യുന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ എതിർക്കുന്നുള്ള അത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മുമ്പിലേക്ക് വരണ്ട. അതൊന്നും ആരും ഉൾക്കൊള്ളാൻ പോകുന്നില്ല. ഇത്രയും കാലം ഈ ആർപിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പോൾ സമസ്തയുടെ ഉപദേശമായിട്ട് വരികയാണ്, നിങ്ങൾ സലഫികളെ എതിർക്കണം, സമസ്തക്കാർ അവരുടെ പൊള്ളയായ വാദങ്ങൾ, ഇത്തരം ചിന്താഗതികൾ മാറ്റിയെടുക്കണം സമസ്തക്കാർ എന്നൊക്കെയുള്ള സമസ്തയോടുള്ള ഉപദേശമാണ്. ഇവിടെ സമസ്ത രൂപീകരിച്ചത് തന്നെ എന്തിനാണ്? വഹാബികളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ എല്ലാവർക്കും അറിയാം. സമസ്തയുടെ പ്രധാന പണി തന്നെ ഇവിടുത്തെ വഹാബികളെ എതിർക്കുന്ന പരിപാടിയാണ് എന്നുള്ളത് ലോകത്തെ എല്ലാവർക്കും അറിയാം. ഇയാൾക്ക് മാത്രം അതറിയില്ല. എന്നിട്ട് ഇയാളുടെ വകയുടെ ഉപദേശം, നിങ്ങൾ സലഫികളെ എതിർക്കണം, സലഫികളുടെ ചിന്താഗതി മാറ്റണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടിയാണ് അതിൻ്റെ ദോഷം എന്നുള്ളത്. ഇതൊക്കെ ഞങ്ങൾ കുറേ കാലമായിട്ട് തുടങ്ങിയിട്ട്. ബാക്കി കൂടി കേൾക്കാം. മതം വിട്ടവനെ കൊല്ലണമെന്ന് അടക്കമുള്ള നിയമങ്ങൾ ഇന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തിനത് പഠിപ്പിക്കണം എന്ന ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് സ്നേഹം ഇവിടെ നമുക്ക് പങ്കുവെക്കാൻ വന്ന ഇതേപോലുള്ള ഉസ്താദുമാർ തന്നെ ആയിരിക്കണം എന്നാണ്. ഇവിടെ പള്ളി മദ്രസയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ സ്വയം മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക. മദ്രസയിൽ മതം വിട്ടവരെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നു എന്ന് പുസ്തകങ്ങൾ ശരിക്കും നോക്കണം, അതിനെതിരെ ശബ്ദിക്കണം എന്നുള്ളത്. ഈ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരോ മദ്രസയിൽ പഠിപ്പിക്കുന്നവരോ എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് മതം വിട്ട നിങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട്, അല്ലേ? ജബ്ബാറുണ്ട്, ലിയാഖത്തരി ഉണ്ട്, ഹാർപ്പിക്കുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഈ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളോ മദ്രസയിൽ പഠിപ്പിക്കുന്നവരോ ഒരു പോറലെങ്കിലും ഇവർക്ക് ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ മതം വിട്ടതിൻ്റെ പേരിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, കൊടിഞ്ഞി ഫൈസലിൻ്റെ, ഹിന്ദു മതം വിട്ടതിൻ്റെ പേരിൽ. അത് ചെയ്തത് നിങ്ങളെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്, മതം വിട്ടതിൻ്റെ പേരിൽ ഫൈസലിനെ എന്തിനാണ് കൊന്നത് എന്നുള്ളത്. അത് ചോദിച്ചിട്ടില്ലല്ലോ. ആദ്യം അവരോട് ചോദിച്ചിട്ട് വാ. അവരെ ഇന്ന് കാശ് വാങ്ങുന്നതല്ലേ, അവരെ പരിപാടിക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആളല്ലേ. അപ്പോൾ ആദ്യം അവരോടൊന്ന് ചോദിച്ചിട്ട് വാ, എന്തിനാണ് കൊടിഞ്ഞ് ഫൈസലിനെ കൊന്നത് എന്നുള്ളത്. അത് ചോദിച്ചിട്ട് മതി ഇങ്ങോട്ടുള്ള ഉപദേശം. കാരണം ഇവിടെ ആരും ഒരു മദ്രസയിൽ പഠിച്ച കുട്ടിയും ഒരു മദ്രസ അധ്യാപകനും മതം വിട്ട ഒരാളെ കൊല്ലുക പോയിട്ട് ഒന്ന് അടിക്കുക പോലും ചെയ്തിട്ടില്ല. വെറുതെ പച്ചക്കള്ളം പറയാന്നല്ലാതെ. ഈ പുസ്തകം വായിക്കുന്ന കുട്ടികൾക്കറിയില്ലേ, ഈ പുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയില്ലേ ഇങ്ങനൊരു സംഗതി മതത്തിലുണ്ടെങ്കിൽ ചെയ്യാൻ അറിയില്ലേ? എന്നിട്ട് മദ്രസയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങളെപ്പോലുള്ള മതം വിട്ട ആളുകൾ ഇപ്പോഴും ഇസ്ലാമിനെ ആക്ഷേപിച്ച് നടക്കുന്നില്ലേ? എത്ര വേദികളിൽ എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുന്നുണ്ട് ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട്? എവിടെ വെച്ചിട്ടെങ്കിലും ഒരു വധശ്രമം പോയിട്ട് ഒരു കല്ലേറെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഏതായാലും അടുത്ത് നോക്കാം. എനിക്കിവിടെ ഒരു ക്ഷണം വന്നപ്പോൾ ഞാൻ ആദ്യം സുഹൃത്തുക്കളോട് ചോദിച്ചു, പല സുഹൃത്തുക്കളും എന്നെ വിട്ടിട്ട് ഓടി അല്ലേ. പിന്നെ ഞാൻ ചോദിച്ചത് എൻ്റെ ഗുരുവിനോടാണ് എന്നാണ് പറഞ്ഞത്. ഗുരു പൊക്കോളാൻ പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും, ആര് എതിർത്താലും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അവിടെ നിർത്തുമോ എന്ന് ഞാൻ ആലോചിച്ച ഉസ്താദ് ബാക്കി പറഞ്ഞു, ഗുരു പോകണ്ടെന്ന് പറഞ്ഞാൽ ആര് വരണമെന്ന് പറഞ്ഞാലും അതിപ്പോൾ ഞാൻ പറഞ്ഞാലും വരില്ല എന്നും കൂടിയാണ് ഉസ്താദ് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണോ പറയുന്നത് അതിന് നേർ വിപരീതമാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല. നമ്മളുടെ ചിന്ത, നമ്മൾ ക്യാൻസൽ കൾച്ചറിനെതിരാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പോകണം, നമ്മളൊരു സ്ഥലത്ത് സംസാരിക്കണം എന്നുള്ള വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഭൂമി ഇടിഞ്ഞു വീണാലും നമ്മളത് പറഞ്ഞിരിക്കണം. ഇതാണ് നമ്മളുടെ നിലപാട്. അത് ഗുരു പറഞ്ഞോ ഗുരു പറഞ്ഞില്ലേ ഇത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ അവസാനം അയാൾ പറയുന്നത് എന്താണ്? ഗുരു പറയുന്നത് നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണമെങ്കിൽ ഈ ഉസ്താദ് നിങ്ങളെ വേദിയിലേക്ക് എത്തൂല ഉദ്ഘാടനത്തിന്. അപ്പോൾ ഉസ്താദ് എത്തിയത് വളരെ നന്നായി എന്നും അതിനെ പുകഴ്ത്തി കുറഞ്ഞുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ട് പറയാണ് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ പാടില്ലായിരുന്നു എന്ന്. ആ ഉസ്താദിൻ്റെ ഗുരു പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഗുരു പറഞ്ഞത് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ ഉസ്താദ് ഒരിക്കലും ഉദ്ഘാടനത്തിന് വരില്ലായിരുന്നു. വന്നിട്ടില്ലായിരുന്നെങ്കിൽ അപ്പം നിങ്ങളെന്താ പറയുക? നിങ്ങളാ എടുത്ത നിലപാട് ശരിയായില്ല, തീരുമാനം ശരിയായില്ല എന്നല്ല പറയാം. എന്നിട്ടിപ്പോൾ പറയാണ് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടല്ല നിങ്ങൾ വന്നത്, അത് ശരിയായില്ല. അപ്പോൾ എന്തൊക്കെയോ വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ പറയുന്നതിലൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളതാണ് ഇയാളുടെ വാക്ക് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായിട്ടല്ല ഇവിടെ ജനിക്കുന്നത്, എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ല ജനിക്കുന്നത്. ഇതുപോലുള്ള ഗുരുക്കന്മാർ പഠിപ്പിച്ച് തന്നിട്ടാണ് നമ്മളൊക്കെ അറിവുള്ള ആളുകളായി തീരുക. അല്ലാതെ ഗുരുക്കന്മാർ പറയുന്നതൊന്നും കേൾക്കേണ്ട, സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഗുരുക്കന്മാരുടെ അടുത്തൊന്നും പോവാതെ സ്വന്തമായി ചിന്തിക്കാൻ എന്നാൽ എന്ത് വിവരം നമുക്ക് കിട്ടുക, എന്ത് അറിവാണ് നമുക്ക് കിട്ടുക? ഗുരുക്കന്മാരുടെ അടുത്തൊന്നും പോവാതെ ഒരു അറിവും കിട്ടൂല. കേവലം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ പുസ്തകങ്ങളും ആരെങ്കിലും ഒരാൾ എഴുതിയതല്ലേ, അയാൾ പറയുന്നതല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യന് അറിവ് കിട്ടണമെങ്കിൽ ഗുരുക്കന്മാർ നിർബന്ധമാണ്. അവർ പറയുന്നത് കേൾക്കൽ നിർബന്ധമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും, അവരെ നിർദ്ദേശങ്ങൾ തേടും, അത് കേൾക്കും, അതനുസരിച്ച് ചെയ്യും. അങ്ങനെ ചെയ്യാം. നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളോട് അതിൻ്റെ ഉപദേശങ്ങൾ ചോദിക്കും, വേണ്ട കാര്യങ്ങൾ ചോദിക്കും. അതിന് ശേഷമാണ് നമ്മൾ വീടുണ്ടാക്കുക. അല്ലെങ്കിൽ അതറിയുന്ന ഒരാളെ ഏൽപ്പിക്കുക ചെയ്യുക.
അല്ലാതെ നമ്മുടെ സ്വതന്ത്ര ചിന്ത നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോടും ചോദിക്കാതെ ആരെയും ഏൽപ്പിക്കാതെ നമ്മൾ സ്വയം ചെയ്യല്ല ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ആ വീടിന് ഒരു കെട്ടുറപ്പും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ, വലിയ നഷ്ടം വരും. ഇവിടെ വൈജ്ഞാനിക രംഗത്ത് നല്ല അനുഭവ സമ്പത്തുള്ള ഒരു ഗുരു, ആ ഗുരു ഉസ്താദിനോട് പറഞ്ഞു നിങ്ങളവിടേക്ക് പൊയ്ക്കോളൂ. ആ ഗുരു ആ ഉസ്താദിനോട് അങ്ങനെ പറയാൻ എന്താ കാരണം? അത്രത്തോളം ചരിത്രങ്ങളിലെ അനുഭവങ്ങൾ ആ ഉസ്താദിനുണ്ടാവും. ആ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഈ ഉസ്താദിനോട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറയുന്നത്. അത്തരം അനുഭവങ്ങളുള്ള ഒരാളുടെ ഉപദേശം നിർദ്ദേശം നമ്മൾ സ്വീകരിച്ചാൽ അത് നമുക്ക് ഗുണമല്ലേ കിട്ടുള്ളൂ. സ്വതന്ത്രമായി ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അനുഭവ സമ്പത്തുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവന് വലിയ പടുകുഴിയിലേക്ക് വീട് പോകുന്നല്ലാതെ വേറെ എന്താ സംഭവിക്കുക? ഇപ്പോൾ ആരിഫിൻ്റെ തന്നെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കേട്ടുകൊണ്ടല്ലേ ചില ആളുകൾ ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്നത്. അവർ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തിയിട്ടോ തെളിവ് കണ്ടിട്ടോ അല്ലല്ലോ പലരും ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ആരിഫിൻ്റെയും രവിചന്ദ്രൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രമാണ്. അവരാരും ഖുർആനോ ഹദീസുകളോ തപ്പാൻ പോയിട്ടില്ല, തെളിവുകൾ അന്വേഷിച്ച് പോയിട്ടില്ല. എന്നിട്ട് ഇതേ ആരിഫ് പറയുന്നു നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കണമെന്ന്. എന്നിട്ട് ആരിഫിൻ്റെ അനുയായികൾ ചെയ്യുന്നതോ സ്വതന്ത്രമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ആരിഫ് പറയുന്നത്, രവിചന്ദ്രൻ പറയുന്നത് അണ്ണാക്ക് തൊടാതെ അങ്ങോട്ട് വിഴുങ്ങുക. അദ്ദേഹം മുന്നോട്ട് വെച്ച പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷണ വിധേയമാക്കി അതിലെ തെളിവുകൾ എന്താണോ നയിക്കുന്നത് അതിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാകണം. തെളിവുകൾ നയിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ വൈരുദ്ധ്യല്ലേ ആരിഫെ? അല്ലെങ്കിൽ സ്വന്തം അണികളോടൊന്ന് പറഞ്ഞു കൊടുക്ക്, ഞാൻ പറയുന്നത് അപ്പാടെ നിങ്ങൾ കേട്ട് പോവരുത്. രവിചന്ദ്രൻ പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം, സ്വതന്ത്രമായി ചിന്തിക്കണം. എന്നിട്ട് മാത്രമേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ അനുയായികളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്നിട്ട് മതി ഈ ഉസ്താദുമാരെ ഉപദേശിക്കാൻ. ഉസ്താദ് പറയുന്നത് മാത്രം സ്വതന്ത്രമായി ചിന്തിച്ചാൽ പോരാ, ഉസ്താദ് പറയുന്നതിന് മാത്രം തെളിവുണ്ടായാൽ പോരാ. ആരിഫ് പറയുന്നതും തെളിവ് വേണം. അതുകൂടി ആളുകൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ഇപ്പോൾ തെളിവില്ലാത്തത് കൊണ്ടല്ലേ ലണ്ടനിൽ നിന്ന് തേഞ്ഞൊട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ ആരിഫ് പറയുന്നത് തെളിവില്ല എന്ന് ആരിഫിനെ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഈ അണികളോട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? ഞാൻ പറയുന്നതിന് നിങ്ങൾ തെളിവ് അന്വേഷിക്കണം, അതിൻ്റെ വസ്തുത അന്വേഷിക്കണമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇസ്ലാമിൻ്റെ ആളുകൾ പറയുന്നത് മാത്രം തെളിവ് അന്വേഷിച്ചാൽ മതിയോ? സ്വന്തം ഉദ്ഘാടകനെതിരെ പ്രസംഗിക്കാൻ വന്ന ആരിഫ് ഇപ്പോൾ ഇസ്ലാമിനെ മൊത്തത്തിലല്ല പറയുന്നത്, മുജാഹിദുകാരെ മാത്രമാണ് പറയുന്നത്. സമസ്തക്കാർ അവരെ ശരിയാക്കിയാൽ അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് ആരിഫ് ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ലണ്ടനിൽ നിന്ന് ഏറ്റ തിരിച്ചടിയായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഉപദേശം ഏറ്റിട്ടുണ്ടാവും. ഏതായാലും വരും കാലങ്ങളിൽ നമുക്ക് നോക്കാം ഈ നിലപാട് എന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത്. തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.